ഫെർട്ടിലൈസേഴ്സ് സസ്യങ്ങൾക്ക് അതിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനൊക്കെ ഫുഡ് ആവശ്യമുണ്ട്. ഏകദേശം 16ഓളം മൂലകങ്ങൾ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. അതിനെ എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയും. അറ്റ്ലീസ്റ്റ് 16 എലമെൻറ്റ്സ് ആർ കൺസിഡേർഡ് necessary for the growth of green plants. These elements are commonly referred to as essential plant nutrients. 16 കാർബണും ഹൈഡ്രജനും ഓക്സിജൻ CH1, പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം NPK, പിന്നെ സൾഫർ, കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ, ക്ലോറിൻ, കോപ്പർ, അയൺ, മാംഗനീസ്, മോളിബ്ഡിനം ആൻഡ് സിങ്ക്. എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രീഷ്യൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോൺ മിനറൽ ന്യൂട്രിയൻസും രണ്ടാമത്തത് മിനറൽ ന്യൂട്രിയൻസും. ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അതൊക്കെ പ്ലാന്റ്സ് എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ എന്ന് പറയാം. അപ്പോൾ ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജന് അതിനെ നോൺ മിനറൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 16 എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രിയൻസിൽ നിന്നും ഇപ്പോൾ പറഞ്ഞ 3 നോൺ മിനറൽ ന്യൂട്രിയൻസ്, അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അത് കഴിച്ചിട്ടുള്ള 13 എലമെൻസിനെ മിനറൽ ന്യൂട്രിയൻസ് എന്നാ പറയാം. മിനറൽ ന്യൂട്രിയൻസ്. മിനറൽ ന്യൂട്രിയൻസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസുമാണ്. മാക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കാം. മാക്രോ ന്യൂട്രിയൻസ് ആർ ദോസ് എലമെൻറ്റ്സ് ദാറ്റ് പ്ലാന്റ്സ് റിക്വയർ ഇൻ ലാർജ് എമൗണ്ട്സ്. അതായത് മാക്രോ ന്യൂട്രിയൻസ് ഈ സസ്യങ്ങൾക്ക് ധാരാളമായിട്ട് വേണം. The mineral macronutrients are nitrogen, phosphorus, potassium NPK, പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഈ മിനറൽ മാക്രോ ന്യൂട്രിയൻസിൻ്റെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി ന്യൂട്രിയൻസ് ആണ്, രണ്ടാമത്തത് സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ പ്രൈമറി ന്യൂട്രിയൻസ് എന്താ? ദേ ആർ ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിക്വയർഡ് ഡ്യൂറിങ് ദ സ്റ്റേജസ് ഓഫ് ക്രോപ്പ് ഗ്രോത്ത്. ക്രോപ്പ് ഗ്രോത്തിന് ധാരാളമായിട്ട് വേണ്ട എലമെൻറ്റ്സ് ആണത്. ദേ ആർ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം NPK. അങ്ങനെ പഠിച്ചാൽ മതി. അതാണ് പ്രൈമറി ന്യൂട്രിയൻസ്. എന്താണ് സെക്കൻഡറി ന്യൂട്രിയൻസ്? ഫോർ മോസ്റ്റ് ക്രോപ്സ് ദീസ് ആർ നീഡഡ് ഇൻ ലോവർ എമൗണ്ട്സ് ദാൻ പ്രൈമറി ന്യൂട്രിയൻസ്. പ്രൈമറി ന്യൂട്രിയൻസിനേക്കാൾ കുറച്ച് മതി ഈ എലമെൻറ്റ് ഈ സസ്യങ്ങൾക്കൊക്കെ. ദേ ആർ കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഇനി എന്താ മൈക്രോ ന്യൂട്രിയൻസ്? മൈക്രോ ന്യൂട്രിയൻസ് ആർ ദോസ് എലമെൻറ്റ് ദാറ്റ് ആർ എസെൻഷ്യൽ ടു പ്ലാന്റ്സ് ബട്ട് ആർ നീഡഡ് ഓൺലി ഇൻ സ്മോൾ എമൗണ്ട്സ്. അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസിനെക്കാട്ടും കുറഞ്ഞ ക്വാണ്ടിറ്റി മതി സസ്യങ്ങൾക്ക് മൈക്രോ ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ്? മിനറൽ ന്യൂട്രിയൻസ് ആർ ബോറോൺ, കോപ്പർ, ക്ലോറിൻ, അയൺ, മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക്. ഇതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഇനി മാക്രോ ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നൈട്രജൻ. It is essential for the rapid growth and improving the quality of leaves and fruits. അതാണ് phosphorus help in the production of oils, sugar seeds in the plant, help in the conversion of solar energy to sugar during photosynthesis, and also help in the ripening and root growth. Potassium help in the production of protein in photosynthesis, in improving fruit quality and in reduction of disease. പിന്നെ കാൽഷ്യം helps in transport and retention of other element
Calcium is a part of the cell wall structure. Magnesium essential for the photosynthesis. Sulfur, it helps plant growth and seed production. ഇനി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേതൊക്കെയാണ്? ബോറോൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ സീഡ് ആൻഡ് ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ്. കോപ്പർ ഇമ്പോർട്ടൻ്റ് ഇൻ ദ പ്ലാന്റ് റീപ്രൊഡക്ഷൻ. ക്ലോറിൻ aids plant metabolism. Iron is essential for the chlorophyll formation. Then manganese help in carbohydrate and nitrogen metabolism. Molybdenum help in the utilization of nitrogen. Zinc is essential for regulating consumption of sugars and for transformation of carbohydrate. ഇനി എന്താണ് ഫെർട്ടിലൈസേഴ്സ് നോക്കാം. എന്താ ഫെർട്ടിലൈസർ? എ സബ്സ്റ്റൻസ് which is added to the soil to increase its supply of plant nutrients and thereby increase its fertility is called a fertilizer. അതായത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണിലേക്ക് ആഡ് ചെയ്യുന്ന ഈ മൂലകങ്ങളെ ആണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാ? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലുപൊടി, കമ്പോസ്റ്റ്, പിന്നെ പച്ചില അല്ലെങ്കിൽ ഉണങ്ങിയില, ചാണകം, പിന്നെ വെണ്ണീര്, വുഡ് ആഷ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഓഫ് ഷുഗർ ബീറ്റ് ക്രോപ്പ്, അതൊക്കെ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സിനെ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് എന്നാണ് പറയുന്നത്. അത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൂടിയാണ്. നാച്ചുറലി ഒക്കറിങ് ഇനോർഗാനിക് മിനറൽസ് ആർ ആൾസോ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. അത് ഏതൊക്കെയാണ്? ചില്ലി സാൾട്ട്, പീറ്റർ, റോക്ക് ഫോസ്ഫേറ്റ്, വുഡ് ആഷ് ഒക്കെയാണ്. ഈ നാച്ചുറലായിട്ട് ഉള്ള വളങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ഉപയോഗത്തിന് തികയില്ല. അതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കും. The substance which are produced on a large scale and added to the soil to provide one or more of the essential plant nutrients called artificial fertilizer. അല്ലെങ്കിൽ അതിനെ കെമിക്കൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. These are generally inorganic in nature. ഉദാഹരണമാണ് കാൽസ്യം സയനമൈഡ്, അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ് ഓഫ് ലൈം, പൊട്ടാസ്യം നൈട്രേറ്റ്. പിന്നെ അതുപോലെ തന്നെ യൂറിയയും യൂസ് ചെയ്യുന്നുണ്ട്. യൂറിയ ഓൾസോ ജനറലി റിഗാർഡഡ് ആസ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് യൂഷ്വലി കൺസിഡർഡ് ഇൻ ദിസ് ക്ലാസ് സിൻസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ എസെൻഷ്യൽ ന്യൂട്രിയൻറ്റ് നൈട്രജൻ റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് ഇൻ ദ ഫോം ഓഫ് ദ ഇനോർഗാനിക് കോമ്പൗണ്ട് അമോണിയ ഫോണ്ട് ഫ്രം ഇറ്റ്സ് ഹൈഡ്രോളിസിസ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ സാധാരണ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നൈട്രോജിനസ് ഫെർട്ടിലൈസർ, ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ, പൊട്ടാഷ് ഫെർട്ടിലൈസർ, അങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് നൈട്രജൻ ഇപ്പോൾ കൂടുതലാണ്, അതിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ് നൈട്രോജനസ് ഫെർട്ടിലൈസറാണ്. ഫോസ്ഫറസ് കൂടുതലാണെങ്കിൽ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസറാണ്. പൊട്ടാസ്യത്തിൻ്റെ പെർസെൻറ്റേജാണ് ഫെർട്ടിലൈസേഴ്സിൽ കൂടുതലെങ്കിൽ പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സ് എന്നാണ് വിളിക്കുക. ഇനി നൈട്രോജിനസ് ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് നോക്കാം. നൈട്രോജൻ ഫെർട്ടിലൈസർ ആർ സബ്സ്റ്റൻസ് ആഡഡ് ടു ദ സോയിൽ ടു സപ്ലൈ നൈട്രജൻ. അപ്പോൾ നൈട്രോജനസ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതിനാണ് നൈട്രജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോയിലിന്. വിച്ച് ഈസ് എ പ്രൈമറി ന്യൂട്രിയൻറ്റ് റിക്വയർഡ് ഫോർ ഹെൽത്തി പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ നമ്മളൊരു നൈട്രോജിനസ് ഫെർട്ടിലൈസേഴ്സ് മണ്ണിലേക്ക് ആഡ് ചെയ്താൽ ആദ്യം എന്ത് ചെയ്യും? മോസ്റ്റ് ഓഫ് ദം ആർ ഹൈഡ്രോളൈസ്ഡ് ടു അമോണിയ ആയിട്ട് മാറും. വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സോളബിൾ നൈട്രേറ്റ്. പിന്നെ അതെന്ത് ചെയ്യും? സോളബിൾ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിൻ്റെ ആക്ഷൻ ബൈ ദ നൈട്രിഫയിങ് ബാക്ടീരിയ. നൈട്രിഫയിങ് ബാക്ടീരിയയുടെ ആക്ഷൻ കാരണമായിട്ട് അമോണിയ സോളബിൾ നൈട്രേറ്റായി മണ്ണിൽ ലയിക്കും. അത് പ്ലാന്റ്സിന് ഈസി ആയിട്ട് അവിടുന്ന് അസിമിലേറ്റഡ് ചെയ്യാൻ കഴിയും. അതിന് ഉദാഹരണമാണ് ഒന്ന് യൂറിയ,
Urea provide nitrogen required for plant growth in the form of inorganic compound ammonia formed from its hydrolysis. പിന്നെ രണ്ടാമത്തെ ഉദാഹരണമാണ് കാൽസ്യം സയനമൈഡ്. സോയിൽ ഹൈഡ്രോളൈസ് ചെയ്ത് ഫസ്റ്റ് യൂറിയയായി മാറും, പിന്നെ അത് അമോണിയായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തേതാണ് അമോണിയം സോൾട്ട്. അമോണിയം സൾഫേറ്റ്, അമോണിയം നൈട്രേറ്റ് ആർ യൂസ്ഡ് വൈഡ്ലി ആസ് നൈട്രജനിയസ് ഫെർട്ടിലൈസേഴ്സ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ്. ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ എന്താണ്? ആഡഡ് ടു ദ സോയിൽ ടു സപ്ലൈ ഫോസ്ഫറസ്. ഇത് നമ്മൾ മണ്ണിൽ ആഡ് ചെയ്യുന്ന സമയത്ത് മണ്ണിന് ഫോസ്ഫറസ് സപ്ലൈ ചെയ്യും, വിച്ച് ഈസ് എ പ്രൈമറി ന്യൂട്രിയൻറ്റ് റിക്വയർഡ് ഫോർ ഹെൽത്തി പ്ലാന്റ് ഗ്രോത്ത്. അതിന് ഉദാഹരണമാണ് സൂപ്പർ ഫോസ്ഫേറ്റ് ഓഫ് ലൈം അല്ലെങ്കിൽ കാൽസ്യം സൂപ്പർ ഫോസ്ഫേറ്റ്. പിന്നെ രണ്ടാമത്തെ ഉദാഹരണമാണ് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഇനി അടുത്ത ടൈപ്പ് പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സ് ആണ്. പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സ് എന്താ? ആർ സബ്സ്റ്റൻസസ് ആഡഡ് ടു ദ സോയിൽ ടു സപ്ലൈ പൊട്ടാസ്യം, വിച്ച് ഈസ് എ പ്രൈമറി ന്യൂട്രിയൻറ്റ് റിക്വയർഡ് ഫോർ ഹെൽത്തി പ്ലാന്റ് ഗ്രോത്ത്. അതായത് പൊട്ടാഷ് ഫെർട്ടിലൈസർ നമ്മൾ സോയിലേക്ക് ആഡ് ചെയ്യുന്നതും അത് പൊട്ടാസ്യം സപ്ലൈ ചെയ്യും. അത് പ്ലാന്റിൻ്റെ ഹെൽത്തി പ്ലാന്റിൻ്റെ ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. അതിന് ഉദാഹരണമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ്. ഒരു ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണ് മൾട്ടി ന്യൂട്രിയൻറ്റ് ഫെർട്ടിലൈസേഴ്സ്. These are fertilizers which supply 2 or more primary nutrients. രണ്ടോ അതിലധികമോ പ്രൈമറി ന്യൂട്രിയൻസ് ചേർത്തുണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സാണ് മൾട്ടി ന്യൂട്രിയൻ്റ് ഫെർട്ടിലൈസേഴ്സ്. അതിലൊരു ഉദാഹരണമാണ് NP ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് വിച്ച് പ്രൊവൈഡ് ബോത്ത് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ടു ദ പ്ലാന്റ്, അതിനാണ് NP ഫോർ നൈട്രജൻ N, phosphorusൻ്റെ P, NP fertilizers. The most common NP fertilizers are the following: ammonium dihydrogen phosphate, MAP എന്ന് പറയും, MAP. അതുപോലെ വേറെ ഒന്നാണ് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അതൊക്കെ എന്തിനാ? മൾട്ടി ന്യൂട്രിയൻറ്റ് ഫെർട്ടിലൈസേഴ്സിന് ഉദാഹരണമാണ്. പിന്നെ അതുപോലെ തന്നെ NK ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. NK ഫെർട്ടിലൈസർ എന്താ? അതിൽ നൈട്രജനും പൊട്ടാസ്യം ആയിട്ടുണ്ടാവുക. അതിന് ഉദാഹരണമാണ് പൊട്ടാസ്യം നൈട്രേറ്റ്. ഈ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഫെർട്ടിലൈസേഴ്സാണ് NPK ഫെർട്ടിലൈസേഴ്സ്. NPK എന്താണ്? NPK നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും. അതായത് നൈട്രോജിനസ് ഫോസ്ഫാറ്റിക് ആൻഡ് പൊട്ടാഷ് ഫെർട്ടിലൈസർ ആർ മിക്സ്ഡ് ഇൻ എ സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ as to satisfy the requirement of the crop for which it is used, such as mixed fertilizers are called NPK fertilizers. അല്ലെങ്കിൽ അതിനെ കോംപ്ലക്സ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയും. അപ്പം അങ്ങനത്തെ NPK ഫെർട്ടിലൈസേഴ്സിൽ നൈട്രജൻ്റെ സോഴ്സ്, ഇപ്പോൾ നൈട്രജൻ ആ ഫെർട്ടിലൈസർ നൈട്രജൻ എവിടെ നിന്ന്? അത് അമോണിയം സൾഫേറ്റ് എന്നാകാം, അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് എന്നാകാം, അല്ലെങ്കിൽ കാൽസ്യം അമോണിയം നൈട്രേറ്റ് എന്നാകാം. അതുപോലെ തന്നെ ഫോസ്ഫറസ് വരുന്നത് കാൽസ്യം സൂപ്പർ ഫോസ്ഫേറ്റ് എന്നാകാം. അതുപോലെ തന്നെ പൊട്ടാസ്യം വരുന്നത് അതിൻ്റെ സോഴ്സ് വരുന്നത് പൊട്ടാസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റോ ഏതിലെങ്കിലും ആകാം. ഈ NPK വാല്യൂ കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ് എക്സ്പ്രസ് ഇറ്റ്സ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ഈ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ NPK വാല്യൂ കാണുന്നത്. അപ്പോൾ അത് സാധാരണ കോംപ്ലക്സ് ഫെർട്ടിലൈസർ നെയിംഡ് 17-17-17. അതൊരു NPK ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 17-17-17 എന്ന് പറഞ്ഞാൽ 17% നൈട്രജൻ ഉണ്ട്, 17% ഫോസ്ഫറസ് P2O5 ആണ്. പിന്നെ അതുപോലെ തന്നെ 17% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് 17-17-17 എന്ന് അറിയപ്പെടുന്നത്. അത് ഒരു NPK ഫെർട്ടിലൈസറാണ്.